അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജനങ്ങളെ അടിമകളാക്കുന്ന ഫറോവയുടെ അക്രമ വാഴ്ചക്കെതിരെ ആനടിക്കുന്ന സിംഹഗർജനമായാണ് മൂസാ നബിയെ അള്ളാഹു അയക്കുന്നത്. ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലേക്ക് കുടിയേറി പാർത്ത ജനത അവിടെ പ്രബല ശക്തിയായി വളർന്നു വന്നപ്പോൾ തദ്ദേശീയരുടെ രാഷ്ട്രീയ അധികാരം നഷ്ടപ്പെടുമെന്ന് ഫറോവയും സംഘവും ആശങ്കപ്പെട്ടിരുന്നു. ആ സമയത്താണ് വിദേശികളായ ഇസ്രായേലികളെ മുഖ്യധാരയിൽ നിന്നും പുറന്തള്ളാനും അടിച്ചമർത്തി അടിമകളാക്കാനുമുള്ള ആസൂത്രിത നീക്കങ്ങൾക്ക് തുടക്കമിടുന്നത്. അങ്ങനെ ഫറോവയും സംഘവും ഇസ്രായേൽ ജനിക്കുന്ന ആൺകുട്ടികളെ അറുകൊല ചെയ്യുകയും പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും മാനാഭിമാനത്തിന് വിധേയരാക്കുകയും ചെയ്യുകയായിരുന്നു. ഇങ്ങനെ ഇസ്രായേൽ വംശത്തെ ഇല്ലാതാക്കാം എന്നായിരുന്നു ഫറോവയും സംഘവും തീരുമാനിച്ചത്. എന്നാൽ മറുഭാഗത്ത് അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഭൂമിയിൽ മർദ്ദിതന്റെ ധീരരോദനങ്ങൾ ഉയരുമ്പോൾ സൃഷ്ടാവിനും മർദ്ദിതനും ഇടയിൽ മറയുണ്ടാവില്ല. ഈ സമയത്ത് ആസൂത്രിതമായി മൂസ എന്ന ആൺകുട്ടിയെ ഫറോവയുടെ സംഘത്തിന് കീഴിൽ തന്നെ അള്ളാഹു വളർത്തിയെടുത്തു. വരാനിരിക്കുന്ന പരിണിത ഫലത്തെ പറ്റി അവർക്കറിയില്ലായിരുന്നു. ജനക്ഷേമത്തിന് അശേഷം താല്പര്യമില്ലാത്ത കുത്തക മുതലാളിയായ ഹാറൂൻ ഭരണകൂട താല്പര്യങ്ങൾക്ക് കുടപിടിച്ചിരുന്ന അഹങ്കാരിയായിരുന്നു. ഉള്ളവന്റെയും ഇല്ലാത്തവന്റെയും ഇടയിൽ വിടവ് വർദ്ധിപ്പിക്കുന്ന ഹാറൂന്റെ മുതലാളിത്ത മനോഭാവത്തിനും ഫറോവയുടെ അക്രമ ഭരണത്തിനും എതിരെ മൂസാ നബി വിട്ടുവീഴ്ചയില്ലാതെ സമരം ചെയ്തു. ഒടുവിൽ മർദ്ദക ഭരണത്തിലെ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാര ശക്തിയായ ഫറോവയെയും സംഘത്തെയും അള്ളാഹു ചെങ്കടലിന്റെ ഓളങ്ങളിൽ മുക്കിക്കൊന്നുകൊണ്ട് പീഡന പർവ്വങ്ങൾക്ക് ഇരയായിരുന്നവർക്ക് മോചനം കൊടുത്തു. അള്ളാഹുവിന്റെ സംഹാര ശക്തിയെ പറ്റി ലോകത്തെ അനുസ്മരിപ്പിക്കുന്ന ജഡമായി ഫറോവ ഇപ്പോഴും കൈറോ മ്യൂസിയത്തിലെ സന്ദർശകരുടെ കാഴ്ച വസ്തു മാത്രമായി അവശേഷിക്കുന്നു. മൂസ, താലൂത്ത്, ദാവൂദ് അലൈഹിസ്സലാം എന്നിവരുടെ ജനത രാഷ്ട്രീയ അടിമത്തത്തിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. അവരെ ഇസ്ലാമിന്റെ പേരിൽ അപ്രായോഗികമായ തത്വങ്ങൾ പറഞ്ഞു കേൾപ്പിച്ച് സ്വപ്നലോകത്തേക്ക് നിർത്തുകയായിരുന്നില്ല പ്രവാചകന്മാർ ചെയ്തത്. അവരെ കേവല ആരാധന കാര്യങ്ങളിൽ ഒതുക്കി നിർത്തുകയും ചെയ്യുകയായിരുന്നില്ല. രാഷ്ട്രീയമായ അക്രമങ്ങളെയും അടിമത്തത്തെയും മർദ്ദിത ജനതയുടെ അഭിലാഷങ്ങൾക്കൊപ്പം നിന്ന് സധൈര്യം നേരിടാനും വിമോചന സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ശ്രമിക്കുകയായിരുന്നു അവർ. അന്ന് സമൂഹത്തിലെ പരമ്പരാഗത നേതാക്കളും ജനങ്ങളിലെ ചിലരും താലൂത്തിനെ പറ്റി പറഞ്ഞത് നമ്മുടെ നേതാവാൻ ഇവൻ അർഹനല്ല എന്നായിരുന്നു. പിന്നീട് ദാവൂദ് നബിയുടെ അനന്തരാവകാശിയായി മകൻ സുലൈമാൻ നബി ഫലസ്തീനിൽ അധികാരമേറ്റു. പിതാവ് മോചിപ്പിച്ച രാജ്യത്തെ കൂടുതൽ ക്ഷേമപൂർണമാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അള്ളാഹു നൽകിയ പ്രത്യേക ശക്തി ഉപയോഗിച്ച് അദ്ദേഹം അക്രമികളെ പരാജയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ നീതിനിഷ്ഠ ആരെയും ആശ്ചര്യപ്പെടുത്തിയിരുന്നു. സൃഷ്ടാവിനോടും മനുഷ്യരോടും പ്രകൃതിയോടുമുള്ള സ്നേഹപൂർണവും ഗുണകാംക്ഷാപരവുമായ ബന്ധം സ്ഥാപിക്കുകയും ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക, ഇഹലോക ജീവിതവും മരണാന്തര ജീവിതവും സന്തോഷ നിർഭരമാക്കാൻ ജനങ്ങൾക്ക് മാർഗദർശനം ചെയ്യുക എന്നിവയായിരുന്നു പ്രവാചകന്മാരെ നിയോഗിച്ചതിലൂടെ ജഗനിയന്താവായ അള്ളാഹു ഉദ്ദേശിച്ചത്. അള്ളാഹു ഓരോ സമൂഹത്തിനും ഓരോ പ്രവാചകന്മാരെ നൽകി. മനുഷ്യത്വം നിലവിളിക്കുന്ന 6-ാം നൂറ്റാണ്ടിലേക്ക് വിമോചന പതാകയുമായി അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിയോഗിച്ചു. മുൻപറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അള്ളാഹു നബി തിരുമേനിക്ക് ചുമതലപ്പെടുത്തിയിരുന്നത്. അക്രമവാഴ്ചക്കും അടിമത്തത്തിനുമെതിരെ പ്രവർത്തിക്കാൻ പ്രവാചകന്മാർക്കൊപ്പം അനുയായികൾക്കും നൽകിയ അതേ കരുത്തും പ്രായോഗിക ജ്ഞാനവും അള്ളാഹു നമുക്കും നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.